പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഇറാനിൽ ആക്രമണം നടത്തി അമേരിക്ക. US ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായാണ് ആക്രമണം. US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. മധു കൊട്ടാരക്കര വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. മധു, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ സംഘർഷാവസ്ഥ തുടരും എന്ന് തന്നെയല്ലേ മധു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. വർഷ, അമേരിക്കയുടെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടിരുന്നു. അതിന് പകരമായി US ഇറാനെതിരെ വ്യോമാക്രമണങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ഇതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും കടുക്കുകയാണ്. ഇറാന്റെ തീരദേശ നഗരങ്ങളായ സിറിക്, മിനാബ് എന്നിവിടങ്ങളിലേക്ക്, അതുപോലെ ഹോർമൂസ് കടലിടുക്കിന് സമീപം ഒരു ദ്വീപുണ്ട്, കോഷം ദ്വീപ്, അവിടെയൊക്കെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ട് ഇറാന്റെ തസ്നീം വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഈ മിനാബ് നഗരത്തിൽ നേരിട്ട് ആക്രമണങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് അവിടുത്തെ ഗവർണർ പിന്നീട് വ്യക്തമാക്കിയത്. ഈ മിനാബിൽ കേട്ട സ്ഫോടന ശബ്ദങ്ങളുടെ ഉറവിടം ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള തീരദേശ മേഖലയാണെന്നും മിനാബ് കൗണ്ടിയെ നേരിട്ട് ആക്രമിച്ചിട്ടില്ലെന്നാണ് മെഹർ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം US ലക്ഷ്യങ്ങൾക്ക് നേരെ ഇറാൻ വളരെ ശക്തമായി മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇറാനിൽ US സൈന്യം നടത്തിയ തിരിച്ചടിക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ സൈനിക നീക്കം. അതേസമയം ഇറാനിൽ തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണം അതീവ ശക്തമാണെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് വ്യക്തമാക്കിയത്. ഈ ഹെലികോപ്റ്റർ തകർന്ന സംഭവം വലിയ കാര്യമല്ലെന്നും അതിലെ 2 പൈലറ്റുമാർ സുരക്ഷിതരാണെന്നുമായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇന്ന് രാവിലെ വളരെ ലാഘവത്തോടെ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഈ ആക്രമണത്തിന് കൃത്യമായി മറുപടി നൽകേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണെന്നായിരുന്നു അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഹോർമൂസ് കടലിടത്തിന് ചുറ്റുമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റേഡാറുകളെയുമാണ് ഇപ്പോൾ ഈ US യുദ്ധവിമാനങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. മേഖലയിൽ കൂടുതൽ US ആക്രമണങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. അതുപോലെ തിങ്കളാഴ്ച ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തത് ഇറാന്റെ ഷാഹദ് ഡ്രോൺ ആണെന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് മനഃപൂർവ്വം നടത്തിയതാണോ അല്ലെങ്കിൽ ഇറാൻ ഒരു അബദ്ധത്തിൽ ഇത് സംഭവിച്ചതാണോ എന്നുള്ളൊരു കാര്യത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴും വ്യക്തതയില്ല. ഈ അപകടത്തിൽപ്പെട്ട 2 പൈലറ്റുമാരും പരിക്കേറ്റിട്ടില്ല, അവർ രക്ഷപ്പെട്ടതായിട്ട് USന്റെ സെൻട്രൽ കോം പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, അൺക്രൂഡ് ഡ്രോൺ ബോട്ട്, അതായത് മനുഷ്യരഹിതമായ ഒരു ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച്, ഇതാദ്യമായിട്ടാണ് അമേരിക്ക ഹോർമൂസ് കടലിടുക്കിൽ ഇത്തരം ഒരു ബോട്ട് ഉപയോഗിക്കുന്നത്, ഈ പൈലറ്റുമാരെ കരയ്ക്കെത്തിച്ചതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈകിട്ട് പറഞ്ഞത്. ഉന്മേഷ്, വർഷ. ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.